കേരളത്തെ സംബന്ധിച്ച് ഭാരതത്തിൽ ഏറ്റവും അധികം ഉരുൾപൊട്ടലും മറ്റും നടക്കുന്ന പ്രദേശത്തിൻ്റെ വിസ്തൃതിയുമായി നോക്കിയാൽ ഏറ്റവും അധികം ഉരുൾപൊട്ടലും മറ്റും നടക്കുന്നത് കേരളത്തിലാണെന്ന് നമുക്കറിയാം. എങ്കിലും ഇത്ര വലിയ നാശനഷ്ടങ്ങൾ, ആൾനാശങ്ങൾ, ദുരിത വിതച്ചിട്ടുള്ളത് ആദ്യമായിട്ടാണ് നമ്മുടെ അറിവിൽപ്പെട്ടിടത്തോളം. പൂർവ്വകാലത്ത് ഉണ്ടാവുമായിരിക്കാം. കേന്ദ്രീയ സേനയുടെയും മറ്റ് ദുരന്ത നിവാരണ വിഭാഗങ്ങളുടെയും അതുപോലെ സംസ്ഥാന വിഭാഗങ്ങളുടെ ഒക്കെ കൂട്ടായ പ്രവർത്തനം, സേവാഭാരതി പോലുള്ള പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം, മറ്റൊരുപാട് സജ്ജനങ്ങളുടെ കൂട്ടായ പ്രവർത്തനം കൊണ്ട് വളരെയധികം ഇവിടെ സേവാപ്രവർത്തനങ്ങൾ നടക്കുന്നു. പക്ഷെ ഇത് ഈയൊരു താത്കാലികമായ ദുരന്താവസ്ഥ മാറിയാലും പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള നമ്മുടെ തെറ്റായ വികസന മാതൃകയുടെ ദുഷ്പരിണാമമാണ് ഇങ്ങനെയുള്ള ദുരന്തങ്ങളുടെ ആവർത്തനമെന്ന് ഇനിയെങ്കിലും നമ്മൾ പഠിക്കേണ്ടതാണ്. ഗാഡ്ഗിൽ അദ്ദേഹം ശാസ്ത്രീയമായ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് കോലം കത്തിക്കുകയാണ് കേരളം ചെയ്തത്. മതാടിസ്ഥാനത്തിലും അതുപോലെ കരിങ്കൽ ക്വാറി മാഫിയയും എല്ലാം ഒത്തൊരുമിച്ച് അദ്ദേഹത്തിന്റെ കോലം കത്തിക്കുന്ന നടപടി ഉണ്ടായി. അനന്തരം പ്രകൃതിക്ക് അനുരൂപമായ വികാസത്തിന് വേണ്ടി നിലകൊണ്ട PT തോമസിന്റെ പ്രതീകാത്മകമായ ശവയാത്ര നടത്തി ഇവിടെ പലരും. അദ്ദേഹം മാർക്ക് ചെയ്ത സ്ഥലങ്ങളിലാണ് ഇന്ന് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. ദുരന്തം നടക്കുമ്പോൾ കരയുകയും അതിനുശേഷം വിസ്മരിക്കുകയും ചെയ്യുന്ന നിലപാട് മാറ്റി ഹൈറേഞ്ചിൽ മൊത്തത്തിൽ ഈ പാറ, മണ്ണ് ഖനനങ്ങൾ നിർത്തുകയും ഒരു നിലയിലധികമുള്ള കെട്ടിടങ്ങൾ പുതുതായി അംഗീകാരം കൊടുക്കാതിരിക്കുകയും ചെയ്താൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ പറയുകയും ചെയ്തു. പക്ഷെ ആ മുന്നറിയിപ്പ് അവഗണിക്കുക കൂടി ചെയ്തതല്ലേ. അതുകൊണ്ടല്ലേ ഇത്രയും മരണസംഖ്യ കൂടിയത്. അല്ലെങ്കിൽ തലേദിവസം തന്നെ മാറ്റിപ്പാർപ്പിക്കുകയായിരുന്നെങ്കിൽ കുറെ മനുഷ്യജീവനുകൾ രക്ഷിച്ചെടുക്കാമായിരുന്നു. തീർച്ചയായിട്ടും ഇവിടെ രേഖാമൂലം പാർലമെന്റിൽ അധികാരികൾ പറഞ്ഞത്, കേന്ദ്രമന്ത്രി പറഞ്ഞത് ഭാരതം അറിഞ്ഞു. എന്താണതിൽ വന്ന പിഴവുകളെന്ന് നമുക്ക് പറയാൻ വയ്യ. അത് ഉദ്യോഗസ്ഥ തലത്തിലേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ അറിയിപ്പ് നൽകിയിരുന്നെങ്കിൽ അത് അവഗണിച്ചത് അക്ഷന്തവ്യമായ അപരാധം തന്നെയാണെന്ന് പറയാതെ വയ്യ.